വ്യൂവേഴ്സ്, എല്ലാവർക്കും ദ ടൊമാറ്റോ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ബ്രെഡും മുട്ടയും കൊണ്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു 4 മണി പലഹാരമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനു വേണ്ടി ഞാനിപ്പോൾ ഒരു 8ഓളം ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബ്രെഡ് കൊണ്ട് വെറൈറ്റി ആയിട്ട് എന്തെങ്കിലുമൊക്കെ തയ്യാറാക്കണമെന്ന് വിചാരിക്കുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടുന്നൊരു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിരിക്കും ഇത്. ഇനി നമുക്കിത് നന്നായിട്ട് പൊടിച്ചെടുത്ത് മാറ്റി വെക്കാം. ബ്രെഡ് നന്നായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒരു 4 മുട്ടയോളം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. ഞാൻ ഇതിലേക്ക് ഒരു ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കൂടെ ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഏലക്കായുടെ ഒരു നല്ല സ്മെല്ല് കൂടെ കിട്ടും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള മധുരത്തിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ഏകദേശം ഒരു 4-5 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല കേട്ടോ. നമുക്ക് മുട്ട നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ മുട്ട നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാനൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ മുട്ടയിലേക്കാണ് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച ബ്രെഡ് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിനടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ കൂടെ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കും. ഇതിപ്പോൾ കുറച്ചൊരു തിക്ക് ബാറ്റർ ആയിട്ടാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ പാല് കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഒരു അളവ് വ്യത്യാസം വരും കേട്ടോ. ഈ ബാറ്ററിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് കുറച്ച് മുന്തിരിയോ അണ്ടിപ്പരിപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏകദേശം നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഇടുന്നതിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് നമ്മളിതൊരു കടായിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ കടായിൻ്റെ താഴെയായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു പാനാണ് വെച്ച് കൊടുത്തത്. അത് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം നമുക്കിതിലേക്ക് ബട്ടറോ നെയ്യോ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊന്ന് മെൽറ്റായതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഏകദേശം ഒരു 20-25 അരമണിക്കൂറിനുള്ളിൽ തന്നെ ഇത് കുക്കായിട്ട് വരും. ഒന്ന് കറക്റ്റ് ഷേപ്പാക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ചു വെക്കാം. ഏകദേശം ഒരു 25 മിനിറ്റ് ആകുമ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒരു ഈർക്കിൽ വെച്ചിട്ടൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ഇത് കുക്കായിട്ടുണ്ട്. ഇനി ഞാനിതൊരു പാനിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. പാനിൻ്റെ മുകളിലായിട്ട് ബട്ടറോ നെയ്യോ എന്തെങ്കിലും ഒന്ന് തടവി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടിട്ട് പാനിലേക്ക് ഇടാം. ഇത് നന്നായിട്ട് തന്നെ കുക്കായതാണ്. ഞാൻ മുകൾ ഭാഗം ഒന്നും കൂടെ കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഏകദേശം ഒരു 1-2 മിനിറ്റ് ഒന്ന് വെച്ച് കൊടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ മുട്ടയും ബ്രെഡും കൊണ്ടുള്ള അടിപൊളി ഈവനിങ് സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.